എന്നാൽ നമുക്ക് ആരംഭിക്കാം. നമ്മളിങ്ങനെ എടുത്ത് വീശുള്ളൂ, ബാക്കി നിങ്ങളായി നിങ്ങളെ പാടായി നോണായിക്കാൻ നമ്മൾ ഇനി ചറവറ പറഞ്ഞുകൊണ്ടിരിക്കാൻ പോവാണ്. ഒരു വെരിഫിക്കേഷൻ നമ്മൾ നടത്താൻ പോകുന്നില്ല. അപ്പോൾ നമ്മുടെ ആരിഫ് ജി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാനിനി ചറ പറ നുണ പറയും, അത് നിങ്ങൾ വെരിഫിക്കേഷൻ ചെയ്യുക, അത് നിങ്ങളെ പണി. അതുകൊണ്ട് തന്നെ നമുക്ക് അദ്ദേഹം നുണ പറയുന്നതിൽ അത്ഭുതമൊന്നുമില്ല. ഇനി സക്കാത്ത് വെറുതെ നമ്മൾ സദക്ക കൊടുക്കുക എന്ന് പറയും, ചുമ്മാ ദാനം കൊടുക്കുക. അതിൽ പോലും ഇസ്ലാം പറയുന്നത് എന്താണ്? നിങ്ങൾക്ക് നോൺ മുസ്ലിമിന് കൊടുക്കാം, കാഫിറിന് കൊടുക്കാം, തെറ്റൊന്നുമില്ല. പക്ഷേ 100 രൂപ നിങ്ങളുടെ കയ്യിൽ കൊടുക്കാനുണ്ട്. നിങ്ങളുടെ മുന്നിൽ പാവപ്പെട്ട ഒരു മുസ്ലിമും പാവപ്പെട്ട ഒരു ഹിന്ദുവും വന്നു, പാവപ്പെട്ട ഒരു കാഫിർ. നിങ്ങൾ ആർക്ക് കൊടുക്കണം എന്നാണ് ഇസ്ലാം പറയുന്നത്? അത് ആ മുസ്ലിമിന് കൊടുക്കണം എന്നാണ് ഇസ്ലാം പറയുന്നത്. എന്നിട്ടാണ് മുസ്ലിമിൻ്റെ പ്രശ്നം തീർത്തിട്ട് മതി കാഫിറിൻ്റെ പ്രശ്നം തീർക്കൽ, അത് പാവപ്പെട്ടവനായാലും. ഇതാണ് ഇസ്ലാം പറയുന്നത്. കേരളത്തിൽ തന്നെ ഇസ്ലാമിക പണ്ഡിതരാകാൻ വേണ്ടി ഓതിപ്പഠിക്കുന്ന, ഫത്വ കൊടുക്കാൻ ഉപയോഗിക്കുന്ന ഒരു വലിയ കിതാബാണ് തുഹ്ഫ. അതിൽ പറയുന്നത് സ്വദഖത്തു തതവ്വുഇ സുന്നത്തുൻ, ദാനധർമ്മം പുണ്യകർമ്മമാണ്. എന്നിട്ട് പറയുന്നു അത് കാഫിറായ മനുഷ്യനും കൊടുക്കാം, അതും പുണ്യകർമ്മമാണ്. എന്നിട്ട് പറയുന്നത് അത് കൊടുക്കുന്ന സമയത്ത് ആരെയാണ് ആദ്യം മുന്തിക്കേണ്ടത്? വലി ഖരീബിൻ വജാരിൻ അഫ്ളലു, തൻ്റെ കുടുംബക്കാരായ ആളുകളെയാണ് ആദ്യം സ്വതക്ക കൊടുക്കുമ്പോൾ മുന്തിക്കേണ്ടത്. പിന്നീട് അയൽവാസികളെയാണ്. അയൽവാസി കാഫിറാണെങ്കിലും അവനെയാണ് ആദ്യം മുന്തിക്കേണ്ടത് എന്നാണ് ഇസ്ലാമിക ലോകത്ത് പഠിപ്പിക്കപ്പെടുന്നത്. എന്നാൽ നമ്മുടെ ആരിഫ് ജി പറയുന്നു അതൊന്നും നമ്മൾ കേൾക്കേണ്ട ആവശ്യമില്ല, അതൊക്കെ മുസ്ലിം ആദ്യം കാഫിറിനൊക്കെ തള്ളി മാറ്റിയിട്ട് ആദ്യം മുസ്ലിമിന് കൊടുത്തിട്ടേ പിന്നെ കാഫിറിന് സ്വതക്ക കൊടുക്കേണ്ട സ്ഥാനമുള്ളൂ എന്നാണ്. ഇസ്ലാമിൽ അങ്ങനെ പഠിപ്പിക്കപ്പെടുന്നില്ല. അതിൽ ബലി ഭയങ്കര വിശുദ്ധ, ഈ അന്നം ഓരി വെക്കുന്നതാണ്. പക്ഷെ സത്യത്തിൽ ഈ ബലി അറുത്ത മൃഗത്തിനെ ഒരു വീടിന്റെ തൊട്ടടുത്തുള്ള ഒരു ദാമോദരൻ ചേട്ടന് കൊടുക്കാൻ പറ്റുമോ? കണ്ടീഷൻസ് അപ്ലൈ, കൊടുക്കാം. അതെന്താ കാര്യം എന്ന് വെച്ചാൽ ആ ദാമോദരൻ ചേട്ടൻ വാളെടുത്ത് നടക്കുന്ന ആളാകാൻ പാടില്ല, അയൽവാസിയാണെങ്കിൽ. എന്ന് വെച്ചാൽ മുസ്ലിമുമായിട്ട് യുദ്ധത്തിൽ ഏർപ്പെടുന്ന ആളാകാൻ പാടില്ല. സൗഹൃദത്തിലാണെങ്കിൽ കൊടുക്കാമെന്നാണ് പറയുന്നത്. അങ്ങനെ യുദ്ധം ചെയ്യാതെ പാവപ്പെട്ടവൻ ഒരു ഹിന്ദു തൊട്ടപ്പുറത്തുണ്ടെങ്കിൽ അവന് ഇച്ചിരി ഇറച്ചിയൊക്കെ കൊടുക്കാം, പോത്തിറച്ചി വരട്ടിയത്. അതാണ് നമ്മുടെ ആരിഫ് ജി പറയുന്നത് എന്താണെന്നറിയോ? നമ്മളെ കൊല്ലാൻ നടക്കുന്ന അയൽവാസിയില്ലേ, ഓനിക്ക് ബീഫ് വരട്ടി കൊടുക്കണമെന്ന്. വാളറ്റ് നടക്കുന്ന അയൽവാസിക്ക് ബീഫ് വരട്ടി കൊടുക്കണമെന്ന്. അത് കൊടുക്കണ്ടെന്ന് പറഞ്ഞത് ഇസ്ലാമിൻ്റെ വർഗീയവാദമാണ്. ആരിഫ് ജിയും കൂട്ടക്കാരൊക്കെ അത് കൊടുക്കും. തന്നെ കൊല്ലാൻ നടക്കുന്ന ആൾക്ക് നല്ല ബീഫ് ദിവസം വരട്ടി കൊടുക്കും. എന്താണ് പറയുന്നതിലൊരു അന്തം വേണ്ടേ? അല്ലെങ്കിലേ ചറപ്പറാന്നോണ, എന്നാൽ പറയുന്നതിലെങ്കിലും ഒരു ലോജിക്ക് പറഞ്ഞൂടെ? പക്ഷേ ഇസ്ലാമിൽ വേറെയും പറയുന്നുണ്ട്, നിങ്ങളുടെ അയൽവാസികളുടെ അടുത്ത് നിങ്ങൾ യുദ്ധം ചെയ്യണം, അവർ നിങ്ങളിൽ രൂക്ഷത കണ്ടെത്തണം എന്നാണ് പറയുന്നത്. അത് ഖുർആനി വേറെ പറയുന്നുണ്ട്. ചറപ്പറ നുണയിലെ ആരിഫ് ജിയുടെ അടുത്ത നുണ, അഥവാ അയൽവാസിയായിട്ടുള്ള കാഫിറിനൊക്കെ പോയിട്ട് വെട്ടിക്കൊല്ലണമത്രേ. അങ്ങനെ ഖുർആനിൽ പറയുന്നുണ്ടത്രേ. എവിടെയാണ് ആരിഫ് ജി അത് പറയുന്നത്? ഇസ്ലാമിക ചരിത്രത്തിനോട് പോലും നീതി പുലർത്തുന്നുണ്ടോ ഈ പറഞ്ഞ വാക്കിൽ? മുത്തുനബി മരിക്കുന്ന സമയത്ത് അവിടുത്തെ പടയങ്കി മർഹൂനത്തുൻ ഇൻദ യഹൂദിയിൻ, ഒരു യഹൂദിയായ മനുഷ്യൻ്റെ അടുത്ത് പണയം വെച്ചിരിക്കുന്നു എന്നല്ലേ? ഞാൻ പല വീഡിയോസിലും പറഞ്ഞതുപോലെ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലത്താണ് റോമിൽ ആക്രമിക്കപ്പെട്ടിരുന്ന സുറിയാനി ക്രൈസ്തവർ സമാധാനത്തോടെ ജീവിച്ചത് എന്ന് അവരുടെ ഔദ്യോഗികമായ വെബ്സൈറ്റിൽ പോലും പറയുന്നുണ്ട്. പിന്നെന്താണ് ഖുർആനിൽ പറയുന്നത്? ഖാതിലുല്ലദീന യലൂനക്കും മിനൽ കുഫാരി, നിങ്ങളോട് അടുത്ത് നിൽക്കുന്ന രാജ്യത്തുള്ള ശത്രുക്കളോട് നിങ്ങൾ ആദ്യം പോരാടുക, എന്നിട്ട് പിന്നെ വിട്ടുള്ളത് മതി എന്നാണ്. ഇതാണ് സർവ്വ മുഫസ്സിരീങ്ങളും അതിനർത്ഥം വെച്ചിട്ടുള്ളത്. അല്ലാതെ തൻ്റെ അയൽവാസിയായിട്ടുള്ള ബാലേട്ടനെ പോയിട്ട് കൊല്ലണമെന്ന് ഒരു മുഫസ്സിർ, മുത്തുനബി, ഇത് കേട്ട സ്വഹാബത്ത് ഒന്നും മനസ്സിലാക്കിയിട്ടില്ല. മനസ്സിലാക്കിയത് നമ്മൾ ആരിഫ് ജിയും കൂട്ടക്കാരും മാത്രമാണ്. അതിൻ്റെ അർത്ഥം അങ്ങനെയല്ല. അതിൻ്റെ അർത്ഥം നമ്മുടെ അയൽവാസികളായ ബാലേട്ടനെയും രാമനെയും ഒക്കെ പോയി വെട്ടിക്കൊല്ലണം എന്നുള്ളതാണ്. ഫിത്ർ സക്കാത്ത് നമ്മൾ എടുക്കുക. ഈ നോമ്പ് നോറ്റതിന് ശേഷം പെരുന്നാളിന് നിസ്കരിക്കാൻ പോകുന്നതിന് തൊട്ട് മുന്നേ കൊടുക്കുന്ന അരിയൊക്കെ വിതരണം ചെയ്യുന്ന ഒരു സാധനം പറയുന്ന കാര്യമാണ്. ആ പോസ്റ്റിലും അവരത് മെൻഷൻ ചെയ്യുന്നുണ്ട്. ഫിത്ർ സക്കാത്ത് കൊടുക്കാൻ പ്രേരിപ്പിക്കുന്ന മതം ശരിയാണ്, പക്ഷേ പാവപ്പെട്ടവനല്ല, പിന്നെ പാവപ്പെട്ട മുസ്ലിമിനാണ് കൊടുക്കാൻ പറയുന്നത്. മുസ്ലിം പിന്നെ പാവപ്പെട്ടവനല്ലേ? അതും ഏറ്റവും അടുത്ത ബന്ധുക്കൾക്ക് ആദ്യം കൊടുക്കണം. അങ്ങനെയാണ് പറയുന്നത്. ഇവിടെ ആരിഫ് ജി പറയുന്നത് സക്കാത്തിനെ കുറിച്ചാണ്. സക്കാത്ത് എന്ന് പറഞ്ഞാൽ അതൊരു പാർട്ടി ഫണ്ടാണ്. നമ്മൾ ഓരോ പാർട്ടിക്കും ഓരോ പാർട്ടി ഫണ്ട് ഉണ്ടാവും, അത് മറ്റൊരു പാർട്ടിക്ക് യൂസ് ചെയ്യൂല. അപ്പോൾ സക്കാത്ത് എന്ന് പറയുന്നത് അതൊരു പാർട്ടിക്ക് വേണ്ടി സെപ്പറേറ്റ് പറഞ്ഞിട്ടുള്ളൊരു ഫണ്ടാണ്. ഞങ്ങളിൽ പാങ്ങൾക്ക് കൊടുക്കണമെന്ന് പറയുന്നതാണ്. പാർട്ടി ഫണ്ട് അങ്ങനെ തന്നെയല്ലേ? CPM പാർട്ടി ഫണ്ട് കോൺഗ്രസ്സിന് കൊടുക്കുമോ? അത് കൊടുത്തില്ല എന്നതുകൊണ്ട്
CPMകാർ മതവിരുദ്ധരാണ്, പിന്നെ ഭീകരവാദികളാണ്, തീവ്രവാദികളാണെന്ന് ആരെങ്കിലും പറയൂ? അപ്രകാരം ഇസ്ലാമിൻ്റെ പാർട്ടി ഫണ്ടാണ് സക്കാത്ത്. നിങ്ങൾക്കുമില്ലേ അങ്ങനെ ഒരു പാർട്ടി ഫണ്ട്? ആ പാർട്ടി ഫണ്ട് കൊണ്ട് നിങ്ങൾ ഏറ്റവും കൂടുതൽ ചാരിറ്റി ചെയ്തത് ആർക്കാണ്? വയനാട് ദുരന്തം, അപ്രകാരം കൊറോണ, പിന്നെ വെള്ളപ്പൊക്ക ദുരന്തം, ഇതിനുള്ള നിങ്ങളുടെ ഫണ്ട് ഒഴിച്ചാൽ ബാക്കി നിങ്ങൾ 33 ലക്ഷത്തോളം രൂപ വ്യക്തിഗത സഹായം നൽകിയെന്നാണ് പറയുന്നത്. ആ 33-ൽ എത്ര വിശ്വാസികളുണ്ട്, എത്ര മുസ്ലിങ്ങളുണ്ട്? അതിന് കണക്കിട്ട് പറ. ഇല്ല, അത് നിങ്ങളുടെ എസൻസ് മതത്തിൽ ദുരിതം അനുഭവിക്കുന്നവർക്കാണ് നിങ്ങൾ കൂടുതലും കൊടുത്തിട്ടുള്ളത്. അപ്രകാരം ഇസ്ലാമിനും ഒരു പാർട്ടി ഫണ്ടുണ്ട് സുഹൃത്തെ.